വൈദ്യുതി വിതരണ മേഖലയിൽ മലപ്പുറം ജില്ല അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. മലപ്പുറം തിരുവാലി 110 kV സബ്സ്റ്റേഷൻ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് പുറത്തുനിന്നുള്ള വൈദ്യുതി എത്തിക്കുന്നതിനുള്ള ലൈനുകളുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതും ലഭ്യമായ വൈദ്യുതി സംസ്ഥാനത്തുടനീളം സുഗമമായി എത്തിക്കുന്നതും സംസ്ഥാനത്തുള്ള പ്രസരണ ശൃംഖല ശക്തിപ്പെടുത്തുവാനും വൈദ്യുതി ഉപയോഗം വർദ്ധിക്കുന്നതിനനുസരിച്ച് ഭാവിയിലേക്കുള്ള വൈദ്യാവശ്യങ്ങൾ കണക്കിലെടുത്ത് തടസ്സരഹിതമായ വൈദ്യുതി വിതരണം നടത്താനും വിഭജനം ചെയ്യുന്ന പദ്ധതിയായ ട്രാൻസ്മിറ്റ് 10,000 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന ഈ പദ്ധതി 2 ഘട്ടമായാണ് നടപ്പാക്കുന്നത്. 400 kV 3 സബ്സ്റ്റേഷനുകളും 220 kV 22 സബ്സ്റ്റേഷനുകളും 110 kV സബ്സ്റ്റേഷനും 3670 സർക്യൂട്ട് കിലോമീറ്റർ എക്സ്ട്രാ ഹൈ വോൾട്ടേജ് ലൈനുകളുമാണ് പ്രധാനമായും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുസ്തകപദ്ധതി റദ്ദാക്കുന്നത് വഴി പ്രതിവർഷം 521 ദശലക്ഷം യൂണിറ്റ്, അതായത് ഏകദേശം 250 കോടി രൂപയ്ക്ക് തുല്യമായ വൈദ്യുതി നഷ്ടം കുറയ്ക്കാൻ സാധിക്കും. പരിധി 25 പ്രസരണ ആവശ്യകത നിറവേറ്റുന്നതിനും വൈദ്യുതി തടസ്സം ഒഴിവാക്കുന്നതിനും ഗുണമേന്മയുള്ള വൈദ്യുതി സ്ഥിരതയോടെ ഉപഭോക്താക്കൾക്ക് വിഭാവനം ചെയ്യുന്നു. 2 ഘട്ടങ്ങളിലായി ട്രാൻസ്മിറ്റ് പദ്ധതിയിൽ ഇതുവരെ 2500 കോടി രൂപയുടെ പദ്ധതികൾ പൂർത്തിയാക്കി കഴിഞ്ഞു. വൈദ്യുതി പ്രസരണ രംഗത്ത് വളരെയേറെ മുന്നിൽ നിൽക്കാൻ കഴിയുന്നുണ്ട്. 7 വർഷം കൊണ്ട് 99 സബ്സ്റ്റേഷനുമാണ് നമുക്ക് പൂർത്തിയാക്കാൻ കഴിയുന്നത്. ഇതിൽ ഒരെണ്ണം 400 kV സബ്സ്റ്റേഷനും 13 220 kV സബ്സ്റ്റേഷനും 42 110 kV സ്റ്റേഷനും 16 66 kV സ്റ്റേഷനും 27 33 kV സ്റ്റേഷനുമാണ്. മലപ്പുറം ജില്ലയുടെ കിഴക്കേറ്റത്തോട് പ്രദേശമായ വണ്ടൂർ, എടവണ്ണ, കാളികാവ് എന്നീ 31 kV സബ്സ്റ്റേഷനുകൾ മുഖേനയാണ് തിരുവാലിയിൽ വൈദ്യുതി വിതരണം നടത്തുന്നത്. വണ്ടൂർ, എടവണ്ണ, കാളികാവ് എന്നീ 33 kV സബ്സ്റ്റേഷനുകൾ മുഖേനയാണ് തിരുവാലിയിൽ വൈദ്യുതി വിതരണം നടത്തുന്നത്. ഈ സബ്സ്റ്റേഷനുകൾക്ക് വൈദ്യുതി എത്തുന്നത് 110 kV നിലമ്പൂർ, കീഴ്ശ്ശേരി എന്നീ സബ്സ്റ്റേഷനുകളിൽ നിന്നുമാണ്. ദീർഘദൂരം മരങ്ങൾ തിങ്ങി നിറഞ്ഞ പ്രദേശങ്ങളിലൂടെ 33 kV ലൈനുകൾ കടന്നു പോകുന്നതിനാൽ നിരന്തരമായ വൈദ്യുതി തടസ്സങ്ങൾക്ക് കാരണമാകാറുണ്ട്. ഇതിനൊരു ശാശ്വത പരിഹാരമായാണ് 110 kV തിരുവാലി സബ്സ്റ്റേഷൻ സ്ഥാപിക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ AP അനിൽകുമാർ MLA അധ്യക്ഷത വഹിച്ചു. ചീഫ് എഞ്ചിനീയർ ട്രാൻസ്മിഷൻ S ശിവദാസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഹസ്കർ ആമയൂർ, തിരുവാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K രാമൻകുട്ടി, AP ഉണ്ണികൃഷ്ണൻ, A കോമളവല്ലി, തിരുവാലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജ്ന മന്നിയിൽ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ പദ്ധതിക്ക് ആവശ്യമായ ഭൂമി വിട്ടു നൽകിയ ഹെപ്സൺ പണിക്കർ, തെക്കേപ്പുരയിൽ സോജൻ വർഗീസ് തുടങ്ങിയവരെ ആദരിച്ചു. ട്രാൻസ്മിഷൻ സിസ്റ്റം ഓപ്പറേഷൻ ആൻഡ് പ്ലാനിംഗ് ഡയറക്ടർ സജി പൗലോസ് സ്വാഗതവും മലപ്പുറം ട്രാൻസ്മിഷൻ സർക്കിൾ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ TP ഹൈദരലി നന്ദിയും പറഞ്ഞു. CCN മലപ്പുറം.